18. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റിനെ കുറിച്ചാണ്. ഇത് നമ്മളൊരു ഒരു ഒരു സ്റ്റുഡൻസിൻ്റെ ഡാറ്റയാണ്. നമുക്കറിയാം ഇതിൽ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, അതൊരു നമ്പറാണ്. നെയിം ഉണ്ട്. നെയിം എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. പിന്നെ ഏജ് ഉണ്ട്, നമ്പറാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഞാനൊരു 1/1/2003 എന്നുള്ള ഡേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, അതിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് വരിക. അതേപോലെ പിന്നെ ഹോബീസ് ഉണ്ട്, അതിൽ റീഡിങ്, ട്രാവലിംഗ്, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സേവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്റ്റുഡൻസിൻ്റെ ഡാറ്റ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മളെ സംബന്ധിച്ച് നമ്പർ ആണെങ്കിൽ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിഫറെൻറ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലുള്ള ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന് നമ്മളൊരു നെയിം കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. വാർ നെയിം എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ എനിക്ക് ജാഫർ എന്നുള്ളത് സേവ് ചെയ്യാണ്. അല്ലെങ്കിൽ വാർ x=300 എന്നുള്ളത് ഞാൻ സേവ് ചെയ്യാണ്. ഇതെല്ലാം ശരിക്കും ചെയ്യുന്നത് എന്താണ്? മെമ്മറിയിലുള്ള ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ഇതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഈ ഡാറ്റ കൊണ്ടിട്ട് സേവ് ചെയ്യുന്നു, എന്നിട്ട് ആ അലോക്കേഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തോട്ട് പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു നെയിം കൊടുക്കുന്നു. അപ്പോൾ ഈ നെയിം കൊടുത്തു കഴിഞ്ഞാൽ, ഈ നെയിം വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ലൊക്കേഷനിലെ ഡാറ്റ കിട്ടും. x=2 എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ x=2 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലെ വാല്യൂവിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ശരിക്കും രണ്ട് ഓപ്പറേഷൻസ് ആണ്. വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ആണ് ശരിക്കും ഇതിന് നമുക്ക് പോസിബിൾ ആകുന്നത്. ഒന്ന് റീഡിംഗ് ആണ്, അതിലുള്ള വാല്യൂ റീഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് അതിലേക്ക് വാല്യൂ റൈറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റിംഗ് അല്ലെങ്കിൽ റീപ്ലേസിങ് എന്നുള്ളത്. പഴയ വാല്യൂവിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് വാർ y=x എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ x എന്നുള്ളതിൽ നിന്ന് ശരിക്കും നമ്മൾ റീഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ yക്ക് അസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സിനെ സംബന്ധിച്ചത് റീഡിങ് ഓപ്പറേഷനുമാണ്, വൈനെ സംബന്ധിച്ച് റൈറ്റിംഗ് ഓപ്പറേഷനുമാണ്. ഓക്കെ. അതേപോലെ ഞാനിവിടെ വാർ കമ്പനി upcode എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ upcode എന്നുള്ളത് ശരിക്കും ഒരു വേരിയബിൾ അല്ല. ഈ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്നതും അതൊന്നും ശരിക്കും വേരിയബിൾ അല്ല. വേരിയബിൾ നെയിം ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ ആൽഫബറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിമാണ്. അതിൽ ഡബിൾ കോഡ്സോ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ കമ്പനി upcode എന്ന് പറയുമ്പോൾ upcode എന്നുള്ള ആ ഒരു വാല്യൂവിനെ കമ്പനി എന്ന് പറയുന്ന ഒരു വേരിയബിൾക്ക് റൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഈക്വൽ ടു സിമ്പലിന് റൈറ്റ് സൈഡ് എന്നുള്ളതിനെ അതിന് റൈറ്റ് സൈഡ് ഉള്ളതിൽ നിന്നാണ് വാല്യൂ റീഡ് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഉള്ളതിലേക്ക് വാല്യൂനെ റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം വേരിയബിൾസ് ആണ്. നെയിം, എക്സ്, വൈ, കമ്പനി എല്ലാം വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് നമ്പർ എന്നുള്ള വേരിയബിൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു n1 എന്ന് പറയുന്ന ഒരു നമ്പർ ഡിക്ലെയർ ചെയ്യാണ്. അതിൽ എനിക്ക് നമ്പർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പറിന് സേവ് ചെയ്യാം. ഇതേപോലെ ഇതിനെ നമുക്കറിയാം ഇൻറ്റിജർ എന്ന് പറയുന്ന നമ്പറാണ്, പോയിന്റ് ഒന്നും ഇല്ലാത്ത നമ്പറാണ്. അതേപോലെ തന്നെ എനിക്ക് n2 എന്നുള്ള രീതിയിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500.50 ഇങ്ങനെ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, പോയിന്റ് ഉള്ള നമ്പറാണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് നമ്പർ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഇതേപോലെ വേരിയബിളിനെ ഇങ്ങനെ നമ്മൾ വാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന നമ്മൾ ഡിക്ലറേഷൻ ആണ്. ഇങ്ങനെ ഒരു വേരിയബിൾ മെമ്മറി പുതിയതായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലെങ്കിൽ ഞാനിവിടെ തൊട്ട് താഴെ വന്നിട്ട് n1=500 എന്നുള്ളത് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാർ എന്നുള്ളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന വേരിയബിൾക്കുള്ള വാല്യൂവിനെ മാറ്റി പുതിയൊരു വാല്യൂ കൊടുക്കുന്നതാണ്. പുതിയ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം നേരത്തെ അലോക്കേറ്റ് ചെയ്ത മെമ്മറി എന്നുള്ള ഒരു വേരിയബിൾക്ക് അതിൽ നേരത്തെയുള്ള വാല്യൂവിനെ ഒഴിവാക്കിയിട്ട് പുതിയൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്പറിന് ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റും.
എനിക്കിനി നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ വെച്ചിട്ട് എനിക്ക് അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ var സം ഈക്വൽ ടു n1 പ്ലസ് n2 ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് എന്നുള്ള ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡ് എന്നുള്ള വാല്യൂവിനെ അതിൻ്റെ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ പിടിച്ച് സം എന്ന് പറയുന്ന പുതിയൊരു മെമ്മറി ലൊക്കേഷൻക്ക് അസൈൻ ചെയ്യും. അതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാം റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് n1 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി സ്റ്റാറാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. n1 ഇൻറ്റു n2 കൊടുക്കാൻ പറ്റും. അതേപോലെ റിസൾട്ട് ഈക്വൽ ടു n1 ഡിവൈഡഡ് ബൈ n2 കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡിഫറെൻറ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്. n1 മൈനസ് n2 കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് നമ്പർ അല്ലാത്ത നമുക്കൊരു വേരിയബിളാണ് സ്ട്രിങ് വേരിയബിൾ എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കമ്പനി നെയിം അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ നെയിം ഇതെല്ലാം സ്ട്രിങ് വേരിയബിളാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം സ്ട്രിങ് ആണ്. അപ്പം ഇങ്ങനെ സ്ട്രിങ് എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലെ ആൽഫബറ്റ്സിൻ്റെ നമ്പറിൻ്റെയും കോമ്പിനേഷന് നമുക്ക് ഡബിൾ കോഡ്സിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മളതിനെ എംബഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിങ് എന്നുള്ളത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കമ്പനി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ സിംഗിൾ കോഡ്സും കൊടുക്കാൻ പറ്റും. സിംഗിൾ കോഡ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കുകയാണെങ്കിലും സ്ട്രിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടും ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ സെയിം ആണ്. പിന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ this is കാർ, ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ദിസ് ഇസ് ജാഫർസ് കാർ എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ ജാഫർസ് എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ കോഡ്സ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ശരിക്കും എന്താ സംഭവിച്ചത്, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് സിംഗിൾ കോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന സിംഗിൾ കോഡ്സ് വരുമ്പോൾ അതിന് ആ ഒരു സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഇതിനെ കാണുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ യെസ് കാർ എന്ന് പറയുന്നത് വേരിയബിളും അല്ല, വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഡബിൾ കോഡ്സും സിംഗിൾ കോഡ്സും ഒന്നും ഉണ്ടാവില്ല, വേരിയബിളും അല്ല നമ്പറും അല്ല ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എറർ അടിക്കുന്നത്, കോമ എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു എറർ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ സിംഗിൾ കോഡ്സ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന അപ്രോച്ച് ഇതിനെ ഈ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ കോഡ്സിന് പകരം ഡബിൾ കോഡ്സ് ആക്കും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ഡബിൾ കോഡ്സ് വെച്ചിട്ടാണ്, എൻഡ് ചെയ്യുന്നത് ഡബിൾ കോഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സിംഗിൾ കോഡ്സിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇൻ കേസിന് ഡബിൾ കോഡ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിലോ, അപ്പോൾ എനിക്ക് ഇവിടെ സിംഗിൾ കോഡ്സിന് പകരം ഇങ്ങനെയാണെങ്കിലോ എനിക്ക് കൊടുക്കേണ്ടത് ഇപ്പം ഐ ലൈക്ക് ബിരിയാണി എന്നുള്ളത് എനിക്ക് ഡബിൾ കോഡ്സിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡബിൾ കോഡ്സിന് പകരം സ്ട്രിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും ഡബിൾ കോഡ്സിന് പകരം നമ്മൾ സിംഗിൾ കോഡ്സ് ആക്കും. അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ കോഡ്സ് അതിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലാണ് പൊതുവേ നമ്മൾ മാനേജ് ചെയ്യാറുള്ളത്. ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് സിംഗിൾ കോഡ്സ് ആണെങ്കിൽ ഡബിൾ കോഡ്സ് ആണെങ്കിൽ സ്ട്രിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി രണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് ഇതുപോലെ അരിത്മെറ്റിക് ഓപ്പറേഷൻ സ്ട്രിങ്ങിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, വെൽക്കം ടു എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇതൊരു സ്ട്രിങ് ആണല്ലോ, അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, പുതിയൊരു സ്ട്രിങ്ങും കൂടെ ഞാൻ അപ്പൻഡ് ചെയ്യാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാണ്. ഞാൻ വെൽക്കം ടു കമ്പനി എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഇതിന് റീഡ് ചെയ്യും. റൈറ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യും, റീഡ് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെ റീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും. പിന്നെ വെൽക്കം ടു, പിന്നെ ആ കമ്പനി അതിൽ നിന്നാണോ അപ്പ് കോഡ്, അപ്പോൾ വെൽക്കം ടു അപ്പ് കോഡ് എന്നുള്ളതായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം.
ഇവിടെ നമ്മൾ കൺസോളോട്ട് ലോഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്തും ശരിക്കും സംഭവിക്കുന്നതാണ് ഇവിടെ ഈക്വൽ ടു ഇല്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള റീഡ് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ള വാല്യൂവിനെ എടുത്തിട്ട് ഈ ലോഗ് എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നു. ഇവിടെ ശരിക്കും ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിനെ സംബന്ധിച്ച് റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓക്കെ, ഞാനിതിനെ ഒരു ലൈവ് സെർവർ വെച്ച് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ വെൽക്കം ടു അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്, വെൽക്കം ടു എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങും കമ്പനി എന്നുള്ള വാല്യൂ, ഈ കമ്പനി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂ ആണ് അപ്കോഡ്. ഈ അതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തു, കോൺകാർഡിനേറ്റ് ചെയ്തു അല്ലേ, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി. വെൽക്കം ടു എന്നുള്ളതും അതിൻ്റെ കൂടെ ഈ ഒരു അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ് അല്ലെങ്കിൽ അപ്കോഡ് എന്നുള്ളതും കൂടെ വന്നു. സോറി, അപ്കോഡ് ഇവിടെ താഴെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ് എന്നുള്ളതും കൂടെ വന്നു. ഓക്കെ, ഇവിടെ ഒരു സ്പേസിൻ്റെ കുറവുണ്ട്, അപ്പോൾ എനിക്കൂടെ സ്പേസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പേസ് അടക്കമുള്ള സ്ട്രിങ്ങിൻ്റെ കൂടെയാണ് അടുത്തതിന് കോൺകാർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺകാർഡിനേറ്റ് ചെയ്യാനാണ് ഈ പ്ലസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേഷനാണ് നടക്കുക. സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും അല്ലെങ്കിൽ കോൺകാർഡിനേറ്റ് ചെയ്യും. ഇനി ഞാനിവിടെ കൊടുക്കുന്നത് വാർ RE2 ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാണ്, കമ്പനി നെയിം പ്ലസ് 100 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഞാൻ എന്ത് സംഭവിക്കാം, ഇവിടെ ഒന്ന് സ്ട്രിങ്ങും ആണ് മറ്റൊന്ന് നമ്പറുമാണ്. ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഇതിലെന്ത് സംഭവിച്ചാൽ അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ് പ്ലസ് 100. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്തിനെ ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും അത് കോൺകാർഡിനേഷനേ നടക്കുള്ളൂ. രണ്ടും നമ്പർ ആണെങ്കിൽ മാത്രം അരിത്മെറ്റിക് ഓപ്പറേഷൻ, അല്ലെങ്കിലെല്ലാം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും, കോൺകാർഡിനേറ്റ് ചെയ്യും. ഇനി നമുക്കൊരു നമ്പർ ആണെങ്കിൽ നമ്മളിവിടെ ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്പറല്ല, അത് സ്ട്രിങ് ആയിട്ട് മാറും. ഇനി ഞാനിവിടെ R3 ഈക്വൽ ടു ഞാൻ കൊടുക്കുകയാണ് ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സിനുള്ളിൽ 200 പ്ലസ് 300 എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താ ശരിക്കും സംഭവിക്കുക, സ്ട്രിങ് ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അത് സ്ട്രിങ് ആണ്, അത് നമ്പറായിട്ട് കൺസിഡറേ ചെയ്യൂല. അങ്ങനെ സ്ട്രിങ് ആണെങ്കിൽ രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ എങ്ങനെയാണോ കമ്പൈൻ ചെയ്ത് എന്താണോ സംഭവിക്കുക അതാണ് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് വരിക. ഞാനിവിടെ R3 എന്നുള്ള ഒരു വേരിയബിൾ ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 200 കോൺകാർഡിനേഷനാണ് നടന്നിട്ടുള്ളത്, അല്ലാതെ അരിത്മെറ്റിക് ഓപ്പറേഷൻ അല്ല. കാരണം എന്താണ്, ഇത് സ്ട്രിങ് ആണ്. സിംഗിൾ കോട്ട്സിൽ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് സ്ട്രിങ്ങും നോക്കി, നമ്പറും നോക്കി, സ്ട്രിങ്ങും നോക്കി. ഓക്കെ, ഇനി നമുക്ക് പിന്നെ നമ്മൾ അതിൻ്റെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കി, സ്ട്രിങ് കോൺകാർഡിനേഷനും കാര്യങ്ങളെല്ലാം നോക്കി. സ്ട്രിങ്ങിനെ നമുക്ക് ഡബിൾ കോട്ട്സും സിംഗിൾ കോട്ട്സും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അത് ഉപയോഗിക്കാം. സിംഗിൾ കോട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ എക്സും വൈയും അല്ല കൊടുക്കേണ്ടത്, അത് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിമാണ് കൊടുക്കുന്നത്. മീനിങ് ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നെയിം ആവാം, പേഴ്സൺ നെയിം ആവാം. നമുക്കിവിടെ സ്റ്റുഡൻറ്റ് നെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ് നെയിം തന്നെ കൊടുക്കുക. അപ്പോൾ ഈ വേരിയബിളിൻ്റെ നെയിം കാണുന്ന സമയം തന്നെ മറ്റ് ഡെവലപ്പേഴ്സിന് മനസ്സിലാവും, ഓക്കെ ഇതിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിളിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അല്ലാതെ ഇതിൽ വാല്യൂ പോയി തിരയേണ്ട ആവശ്യം വരില്ല. ഓക്കെ, വാല്യൂ കണ്ടിട്ട് തിരിച്ചറിയേണ്ട ആവശ്യം വരില്ല. വേരിയബിൾ നെയിം കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്ത് പർപ്പസിനുള്ളതാണെന്നുള്ളത്. അതേപോലെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചറിയില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഏജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഏജ് തന്നെ കൊടുക്കുക. അപ്പോൾ വായിക്കും ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പേഴ്സൻ്റെ ഏജ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ വേരിയബിൾ നെയിം എപ്പോഴും മീനിങ് ഫുൾ ആയ നെയിം കൊടുക്കണം. പിന്നെ എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ പൊതുവേ നമ്മളെല്ലാ വേരിയബിൾ നെയിമും സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുക. മറ്റുള്ള ഡെവലപ്പേഴ്സിന് ആ വേരിയബിൾ നെയിം കണ്ടാൽ തന്നെ മനസ്സിലാവണം എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന വേറൊരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഒന്നുകിൽ ട്രൂ ആവും അല്ലെങ്കിൽ ഫാൾസ് ആവും.
നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ ഓപ്റ്റഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാർ ഓപ്റ്റഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അത് ഒന്നുകിൽ സ്റ്റുഡൻസ് അതിന് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രൂ എന്നുള്ളത് കൊടുക്കും. ഇനി വേറെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്റ്റഡ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഫാൾസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും, യെസ് ഓർ നോ പോലത്തെ ക്വസ്റ്റ്യന് വേണ്ടിയുള്ള. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ട്രൂ എന്നുള്ളതും ഫാൾസ് എന്നുള്ളതെല്ലാം കൊടുക്കുന്നതിന് സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സ്മോൾ ലെറ്ററിൽ ട്രൂ, അതേപോലെ സ്മോൾ ലെറ്ററിൽ ഫാൾസ്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇതിനെ ഈ ഒരു ഡാറ്റ ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൂളിയൻ. ഇതിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇതിനാകെ 2 വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്പറിൻ്റെയും സ്ട്രിങ്ങിൻ്റെ എല്ലാം പോലെ ഒരുപാട് പല വാല്യൂസ് വരാൻ സാധ്യതയില്ല. ഇതിനാകെ 2 വാല്യൂവിനെ പോസിബിൾ ഉള്ളൂ. നമുക്കറിയാം എസ് ഓർ നോ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ യെസ് ആവും അല്ലെങ്കിൽ നോ ആവും. അതേപോലെ ഇതിന് ഒന്നുകിൽ ട്രൂ ആവും അല്ലെങ്കിൽ ഫാൾസ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സംഭവത്തിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എലിജിബിൾ എന്ന് പറയുന്ന അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പാസ്റ്റ് റിട്ടൺ എക്സാം ഈക്വൽ ടു ട്രൂ കൊടുത്തു. ഓക്കെ, അതേപോലെ വാർ പാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം ഈക്വൽ ടു ഫാൾസ് കൊടുത്തു. ഓക്കെ, ഒരാൾ റിട്ടൺ ടെസ്റ്റ് പാസ്സുമായി, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഫെയിലുമായി. ഇനി എനിക്ക് ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അയാൾ ശരിക്കും എലിജിബിൾ ഫോർ പ്രൊമോഷൻ ആകുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പ്രൊമോഷന് വേണ്ടി അയാൾ എലിജിബിൾ ആകുന്നുള്ളൂ. ഈ കേസിൽ നമ്മൾ ശരിക്കും എന്താ കൊടുക്കേണ്ടത്, പാസ്റ്റ് റിട്ടൺ എക്സാം ആൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ആൻഡ് ഓപ്പറേഷൻ നമുക്ക് ഈ ബൂളിയൻ വേരിയബിളിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻഡ് ഓപ്പറേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക നമ്മൾ. രണ്ടാമത്തത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓർ എന്നുള്ളത് എൻ്റർ കീൻ്റെ തൊട്ട് മേലുള്ള, നമ്മൾ കീബോർഡിൽ എൻ്റർ കീൻ്റെ തൊട്ട് മേലുള്ള ഈ ഇതിന് പൈപ്പ് സിമ്പൽ എന്ന് പറയാം. ഈ പൈപ്പ് സിമ്പൽ 2 എണ്ണം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ. അപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആളും പോകുന്നുള്ള മീനിങ് ആണ്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടോ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഐ ആൻഡ് മൈ ഫ്രണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈസെൽഫ് ആൻഡ് മൈ ഫ്രണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്നുണ്ടെന്നാണ്. അപ്പം അല്ലെങ്കിൽ മൈസെൽഫ് ഓർ മൈ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടോ പോകുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പം രണ്ടും ആൻഡ് എന്ന് പറഞ്ഞ് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ ഫൈനൽ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് ഫാൾസ് ആയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഫാൾസ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ കൺസോളോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് എലിജിബിൾ എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, പാസ്റ്റ് റിട്ടൺ എക്സാം എന്നുള്ളതിൻ്റെ ട്രൂ ആണ്. ട്രൂ ആൻഡ് ഫാൾസ് എന്നുള്ളത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയാൽ ഫാൾസ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫാൾസ് ആണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇനി പറഞ്ഞാൽ ഞാൻ രണ്ടും ട്രൂ ആക്കുകയാണെങ്കിലോ, ഇതും ട്രൂ ആക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് ആൻഡ് ഓപ്പറേറ്റർ. ഇനി ഞാൻ അതിന് പകരം ഓറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിനെ ഫാൾസ് ആക്കിയിട്ട് മാറ്റി. അത് സംഭവിക്കാം ഫാൾസ് ഓർ ട്രൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ നമുക്ക് ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടും, കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഓപ്പറേറ്റർ ആൻഡും ഓറും ഓപ്പറേറ്ററും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, വാർ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോർമൽ മാത്തമാറ്റിക്സിലുള്ള പോലെ തന്നെ ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 100 × 30
പ്ലസ് പിന്നെ എനിക്ക് ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഞാൻ ഒരു 500 ഇൻറ്റു 800 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നമുക്കറിയാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കാണും, എന്നിട്ട് പ്ലസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൻ്റെ റിസൾട്ടിന് അതിൻ്റെ കൂടെ സം ചെയ്യും. അപ്പോൾ ഇത് നോർമൽ മാത്തമാറ്റിക്സിലുള്ള പോലെ തന്നെയാണ്. ഇത് ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ മാത്തമാറ്റിക്സ് ഉള്ളതിനോട് ഡിഫറൻസ് ഒന്നുമില്ല, മാത്തമാറ്റിക്സ് ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ബൂളിയൻ ആണ്, ഈ ആൻഡ് ഓർ വരുന്നത്, ആൻഡ് ഓർ ട്രൂ ഓർ ഫാൾസ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ആൻഡ് ഓപ്പറേറ്ററും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ എണ്ണം കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്തു, ആൻഡ് ഒപ്റ്റഡ് എന്നുള്ളതും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക, ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട്, ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ട്രൂ ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ആൻഡിനും കൂടെ കമ്പൈൻ ചെയ്യും, ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് ഇതിനെ ആൻഡ് വെച്ചുകൊണ്ട് വീണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൽ രണ്ടും ട്രൂ, ഇവിടെ ഇതിൻ്റെ റിസൾട്ടും ട്രൂ ആണ്, ഇതും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് ട്രൂ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബൂളിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ സ്ട്രിങ്ങും നമ്പറും ബൂളിയനും നമ്മൾ നോക്കി. അതുപോലെ അത് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇങ്ങനെ നമുക്ക് ബ്രാക്കറ്റും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എണ്ണം കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എക്സ്പ്രഷൻസ് എന്നാണ് വിളിക്കുക. ഇതുപോലെ എക്സ്പ്രഷൻസ് കൊടുക്കുന്നതും നമ്മൾ നോക്കി. ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന വേറൊരു ഡാറ്റ ടൈപ്പാണ് ഡേറ്റ് എല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള വേറൊരു ഡാറ്റ ടൈപ്പാണ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റഡ് ഡേറ്റ് ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഞാൻ ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ console.log എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ശരിക്കും ഇതിൽ ഇന്നത്തെ ഡേറ്റും ടൈമും ഇപ്പോഴത്തെ ഞാനിപ്പം ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള ഡേറ്റും ടൈമിനും കൂടെ എന്ത് ചെയ്യും, ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വെനസ്ഡേ മാർച്ച് 22, 2023 അതിൻ്റെ ഡേറ്റും 11:52 PM. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇതേപോലെ നമുക്ക് ഡേറ്റിന്, ഇതിപ്പോൾ നമ്മൾ കറണ്ട് ഡേറ്റ് എടുക്കാനാണ്, എനിക്ക് കറണ്ട് ഡേറ്റ് അല്ല വേണ്ടത്, ഒരു പെർട്ടിക്കുലർ ഇയറിലുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ പഴയൊരു ഡേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കിവിടെ അതേപോലെ ഇപ്പോൾ ഞാനൊരു 2012 ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കോമട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാല്യൂസ് എന്തൊക്കെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ നമുക്ക് കൊടുക്കാൻ, ഇവിടെ ഈ ആരോ മാർക്ക് താഴോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ എനിക്ക് നമ്പർ, ഇയർ കൊടുക്കാം, മന്ത് കൊടുക്കാം, അതേപോലെ ഡേറ്റിൻ്റെ നമ്പർ കൊടുക്കാൻ പറ്റും, അവർ കൊടുക്കാൻ പറ്റും, മിനിറ്റ്, സെക്കൻഡ്. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, മണിക്കൂർ എത്രയാണ്, എത്ര മിനിറ്റ് ആണ്, എത്ര സെക്കൻഡാണ്, എത്ര മില്ലി സെക്കൻഡാണ്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഒരു മൊമെൻറ്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. 2012 ഇതിൽ ശരിക്കും ഇൻഡെക്സ് ആണ്, മന്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമുക്കറിയാം 12 മാസമാണ് നമുക്കുള്ളത്. 12 മാസം എന്ന് പറയുന്നത് ആദ്യത്തെ മന്തിൻ്റെ ഇൻഡെക്സ് 0 ആണ്. 0th ഇൻഡെക്സിലാണ് നമുക്ക് ആദ്യത്തെ മാസം ഉള്ളത്, അതാണ് നമ്മുടെ ജനുവരി. അതേപോലെ 11th ഇൻഡെക്സിലാണ് നമ്മളെ ലാസ്റ്റ് മാസമുള്ള ഡിസംബർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡെക്സ് ആണ്, അല്ലാതെ 1 മുതലല്ല സ്റ്റാർട്ട് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിൽ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 0 കൊടുത്തു. പിന്നെ ഡേറ്റ്, എനിക്ക് ജനുവരി 1 വേണ്ടതെന്നുണ്ടെങ്കിൽ 1. മന്തിൻ്റെ കേസിൽ മാത്രമാണ് 0 വെച്ചിട്ടുള്ള ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റിൻ്റെ കേസിൽ 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ജനുവരി 1, 2012. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇയർ, മന്തിൻ്റെ ഇൻഡെക്സ്, ഡേറ്റ്, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 3 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇയർ ആയിട്ടാണ് എടുക്കുക, രണ്ടാമത്തിന് മന്തിൻ്റെ ഇൻഡെക്സ് ആയിട്ട് എടുക്കും, മൂന്നാമത്തിന് ഡേറ്റ് ആയിട്ട് എടുക്കും. ഇനി നമ്മൾ 4ാമത്തൊന്നും കൂടെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുകയാണ് ഒരു 5 എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, പിന്നെ 5 AM എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യും. ജനുവരി 1, 2012 5 AM എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. ഇങ്ങനെ നമുക്ക് ഡേറ്റിന് ഇതേപോലെ നമുക്കിഷ്ടമുള്ള വാല്യൂസ് കൊടുത്തുകൊണ്ട് അന്നത്തെ ഡേറ്റിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈമിനെ വാല്യൂവിന് എടുക്കും.
പിന്നെ നമുക്ക് ഡേറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എനിക്കൊരു ഡേറ്റിൻ്റെ വേരിയബിൾ കിട്ടി, അത് നിങ്ങൾക്ക് ഇയറിനെ മാത്രം റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ നെയിം ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഗെറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗെറ്റ് ഫുൾ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റിന് ഇയറിനെ മാത്രം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ഇയർ എന്ന് പറയുന്നത് 2012 ഇയറിനെ മാത്രം കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഒബ്ജക്റ്റിന് ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഇത് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയാം, എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ ഒന്നുകൂടെ പഠിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മന്ത് 0th ഇൻഡെക്സ് ആണ്, ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ പിന്നീട് ഇനിയും പ്രാക്ടീസ് ചെയ്യും. ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ.